നമസ്കാരം, ഞാൻ രശ്മി സരിൻ. എല്ലാവർക്കും രശ്മി സരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി രസത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നെല്ലിക്ക രസം. നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു രസത്തിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുരുകളഞ്ഞ് വൃത്തിയാക്കി എടുത്തപ്പോൾ 100 ഗ്രാം നെല്ലിക്കയുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നെല്ലിക്കേന്റെ കൂടെ ചേർത്ത് കൊടുത്ത് ജാറടച്ചൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഈ ഒരു പേസ്റ്റ് നമുക്കിനി രസം തയ്യാറാക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇത് അവസാന ഭാഗത്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് 2 പച്ചമുളക് മുറിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു വരാനായിട്ട് തുടങ്ങുമ്പോൾ തൂവരപ്പരിപ്പിന്റെ തെളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 1/4 കപ്പ് തൂവരപ്പരിപ്പ് എടുത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തുക. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ആ പരിപ്പിന്റെ തെളികളിലാണ് നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വേവ് കുറഞ്ഞ പരിപ്പ് ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് വെന്തുടഞ്ഞ പരിപ്പ് തവി കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുകളിലായിട്ട് ഊറി നിൽക്കുന്ന പരിപ്പിന്റെ തെളിഞ്ഞ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ നെല്ലിക്കയും തക്കാളിയും ജീരകവും കുരുമുളകും കൂടെ അരച്ചു വെച്ചിരുന്ന പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് പതഞ്ഞു വന്നാൽ മാത്രം മതി. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പതഞ്ഞു കിട്ടും. ചൂടാക്കും തോറും വൈറ്റമിൻ കുറഞ്ഞു വരുന്ന ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രസം അധികമായിട്ട് ചൂടാക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിടണം. അതിനായിട്ട് ചൂടാക്കിയെടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപയോഗിക്കാം. 100 ഗ്രാം നെല്ലിക്കയിൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ സിന്റെ 2 മടങ്ങ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്ക രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി മാത്രമല്ല, വൈറ്റമിൻ എയും ഫൈബറും ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്കേൻ്റെ ഈ ഗുണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.